അമ്മേ, അമ്മേരെ പുന്നാര മരുമോൾ ടൂർ കഴിഞ്ഞ് വരുന്നുണ്ട്. കണ്ടവന്റെ കൂടെ കറങ്ങിയിട്ട്. ശല്യം ഇനി തിരിച്ചു വരില്ലെന്നാ വിചാരിച്ചത്. ഇനി വരട്ടെ, 2 കൊടുക്കുന്നുണ്ട് ഞാൻ. 2 അല്ലമ്മേ, 10 എണ്ണം കൊടുത്തു. ഞങ്ങൾ 2 ഇവിടെ ഇരിക്കുന്നൊന്നും കാണുന്നില്ലേ? അതെങ്ങനെ കാണാനാ അമ്മേ? ടൂറ് പോയിട്ട് വന്നല്ലേ ഉള്ളൂ. ഇപ്പോഴും ആ മൂഡിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. കാണില്ല, കണ്ണ് 2 മാനത്തല്ലേ. എവിടെ ആയിരുന്നു? ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടാ പോയത്. അയ്യേ, ഏട്ടൻ മാത്രല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഞങ്ങളും കൂടിയാണ്. ഏത് ഞങ്ങള്? അമ്മയും ഏട്ടനും പറഞ്ഞാൽ ചിലപ്പോ ഞാൻ അനുസരിച്ചെന്നിരിക്കും. നിന്നെ അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല. കേട്ടോ അമ്മ അവള് പറഞ്ഞത്? ഇതിനർത്ഥം എന്തോ? അവൻ എനിക്ക് തരുന്നത് പുല്ല് വിലയാണെന്നല്ലേ? എന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ അവർക്ക് എവിടെ നിന്ന് ഇത്രയ്ക്ക് ധൈര്യം? അന്ന് ഏട്ടൻ അവളെ അടിച്ചതിന് ശേഷം ഇവക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ അവളിപ്പോ നോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുന്നേ ഞാൻ ഇവളെ ഇവിടെ നിന്ന് പുറത്ത് കളയും. ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ? നന്നായിരുന്നു. നിന്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ? നീ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിട്ടല്ലേ ടൂറിനൊക്കെ വിട്ടേ? എനിക്ക് പിണക്കൊന്നുമില്ല. അന്നത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ അറിയാതെ അടിച്ചു പോയതാണ്. അത് മാത്രമല്ല, അവൾ ഇവിടെ വന്ന് നിൽക്കുമല്ലേ, അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ. പിന്നെ എങ്ങനെ അവളുടെ മുമ്പ് വെച്ച് നിന്നെ സ്നേഹിക്കുകയും അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്? അപ്പോ അവളുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്താല്ലേ? അതങ്ങനല്ല. അവൾ ഇനി എന്നോട് എങ്ങനെയാ കാണിക്കുന്നേ അതുപോലെ ഞാൻ തിരിച്ചും കാണിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താന്ന് വെച്ചാ ചെയ്യും. നിങ്ങൾ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? പുട്ട്. പുട്ടാ? നിനക്ക് എപ്പോഴും ഈ തള്ളു മാത്രമേ ഉള്ള? എനിക്ക് പുട്ടൊന്നും വേണ്ട, എനിക്ക് ഇടിയപ്പം വേണം. എനിക്ക് റെഡിയുടെ കുറവുണ്ട്. ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞു. നിനക്ക് ഇടിയപ്പം വേണമെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കിക്കോ. അതെ, ഇത് എന്റെ വീടാ. നീ ഇവിടെ വന്ന് കയറിയവളാ, അതുകൊണ്ട് നീ എനിക്ക് ഉണ്ടാക്കി തരണ്ടേ? ഇവിടെ ഇപ്പൊ പുട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. എനിക്ക് ഇടിയപ്പം വേണം. നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂല്ലേ? ആ ചേട്ടാ, ചാരുവിനെ പുട്ട് വേണ്ടാന്നു ഇടിയപ്പം ഉണ്ടാക്കാനാ പറയുന്നേ. നിനക്ക് പുട്ട് ഇഷ്ടമാണല്ലോ, പിന്നെന്താ? ഞാനാ പറഞ്ഞോളൂ പുട്ടുണ്ടാക്കാൻ. അയ്യോ, എനിക്ക് പുട്ട് ഇഷ്ടമാ ചേട്ടാ, ഞാൻ കഴിച്ചോളാം. ഫുഡ് എടുക്ക്, പോവാൻ നേരം. അതെ, ഞാൻ ഇന്ന് നമ്മുടെ കിഷോറിന്റെ ഓഫീസിൽ ഒന്ന് പോകും. ഒരു 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഒരു മീറ്റിംഗ് ഉണ്ട്. ലോങ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് പോയാൽ താമസിക്കും. പിന്നെ അമ്മയ്ക്ക് കാല് വരാതിരിക്കുക, ശ്രദ്ധിച്ചേക്കണേ. അയ്യോ, ഏട്ടനെ നേരത്തെ വിഷമിക്കണ്ട. അമ്മയുടെ കാര്യം ഞാനും ചേച്ചി പൊന്നു പോലെ നോക്കോളാം. ഇടി, നിനക്കറിയാലോ, ഞാനൊന്ന് സുഖിച്ചു നിൽക്കുന്നത് എന്റെ വീട്ടിലാ. അയാളുടെ വീട്ടിൽ ഇതുവല്ലോ നടക്കും. ആ പിശാചുള്ളതാ എനിക്കിപ്പോ തലവേദന. എന്തായാലും ഏട്ടൻ ഇനി 2 ദിവസം വീട്ടിൽ കാണില്ല. ആ ദിവസം മതി എനിക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ. ശരിയടി. ഡേ, ഞാനിവിടെ തുടച്ചിട്ടതാ, നീ നടന്ന് വൃത്തിയേടാക്കല്ലേ. പോടി. അയ്യോ അമ്മേ, 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 ഇവിടെ എത്രയും വെള്ളം ഒഴിച്ച് എന്നെ വീഴ്ത്തി. എന്റെ മോളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നോടി. എന്റെ ദേഹത്ത് തൊട്ടു പോവരുത്. അമ്മയുടെ കയ്യിലെ ചൂട് മാറ്റണമെങ്കിലേ മോളുടെ അവളത്ത് അടിച്ചാൽ മതി, അല്ലാതെ എന്റെ ദേഹത്തോട്ട് എടുക്കണ്ട. എന്റെ ദേഹം ഇയാളുടെ ദേഹത്ത് വല്ല ബാധയും കയറിയ? ബാധയല്ല അമ്മ, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അവൾക്ക് എന്ത് കാണിക്കാമല്ലോ. ഇവളെന്റെ കൈ തടുത്തു. നോക്കിക്കോ, അവളുടെ കവിളത്തിന്റെ കൈ വീഴും. മായയില്ലേ? എന്താ? അത് ഞാൻ മായോട് പറഞ്ഞോളാം. ഡേ, നിന്നെ കാണാൻ ഏതോ ഒരുത്തം വന്നേക്കുന്നു. ആര്? ആർക്കറിയാം? നീയോ? വാ ഇരിക്ക്. അമ്മേ, 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 അവളുടെ രഹസ്യ കാമുക വന്നിക്കുന്നു. പുറത്തു വന്നിപ്പുണ്ട്. ഏട്ടനില്ലാന്ന് അറിഞ്ഞു വന്നതായിരിക്കും. ദൈവമേ, ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുവോ മൂദേവി? നീ നല്ല സമയത്താ വന്നത്. ചേട്ടനൊരു ജോലിന്റെ ആവശ്യത്തിനായിട്ട് പോയതാ. ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞിട്ട് വരും.
ഷോ ഞാനിത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചേ. സാരമില്ല, ഞാൻ പിന്നെ വരാം. ഇറങ്ങട്ടെ എന്നാ. ആ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോവാം. ഞാൻ ചായ എടുക്കാം. പാലില്ല, ഓ എന്നാ കട്ടൻ ചായ ഇടാം. തേയിലപ്പൊടി ഇല്ല. ഞാൻ ഇറങ്ങട്ടെ എന്നാ. നിങ്ങൾ എന്ത് വൃത്തിയുടെ കാണിച്ചേ? വീട്ടിൽ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നേ? പിന്നെ നിന്റെ കാമുകനെ പിടിച്ചിട്ട് ഞാൻ സൽക്കരിക്കണോ? കാമുകനോ? എന്ത് വൃത്തിയുടെ പറയുന്നേ? അവൻ എന്റെ കൊളീഗാ. ഇതെന്ന് കൂടെ ജോലി ചെയ്യുന്നത് അത് കാമുകൻ തന്നെ ഫിക്സ്. ഏത് കൊളാബായാലും കൊള്ളാം. അവ ഇല്ലാത്ത നേരത്താണോ നിന്റെ അഴിഞ്ഞാട്ടം? വരട്ടെ അവൻ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മഞ്ഞപ്പിത്തമുള്ളവർക്കേ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. ആ ചേട്ടാ പറ. എന്താടി ഒരു വിഷമം പോലെ? എന്ത് പറ്റി? ഏ ഒന്നുമില്ല. എന്തുകൊണ്ടല്ലോ, നീ കാര്യം പറ. ചേട്ടാ അത് ഇന്ന് ചാരും അമ്മയും കൂടി. മതി മതി, എനിക്ക് തോന്നി നീ ഇതാവാൻ പറയാൻ പോകുന്നു. എടി അവരെന്തെങ്കിലും പറഞ്ഞാല് നീ കേട്ടില്ല കണ്ടില്ല എന്നങ്ങ് വെച്ചാ പോരെ. ഒന്നുമില്ലെങ്കിൽ അവളെക്കാട്ടി വയസ്സിന് മൂത്തല്ലേ നീ, അതിന്റെ പക്വതെങ്കിലും നിനക്ക് കാണിച്ചൂടെ മായേ? ചേട്ടാ ഞാൻ വെക്കാം, പിന്നെ വിളിക്കാം. എനിക്ക് ഒരു സമാധാനവും ഇല്ല അമ്മേ. എന്താടി നിന്റെ കെട്ടിയവൻ വിളിക്കാറില്ലേ? ഛേ, അതൊന്നുമല്ല. ഏട്ട ഇല്ലാത്തപ്പോഴേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അവളുടെ കാമുകം വരുന്നു, അവൾ അമ്മയുടെ കൈ തടയുന്നു. ഓ, എനിക്ക് അമ്മയുടെ മൂത്ത് നോക്കി ഛേ എന്ന് പറയാൻ പോലും പേടിയാ. അങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാന്ന് ആരും വിചാരിക്കണ്ട. അതൊക്കെ ചേർത്ത് പണി കൊടുക്കണം. അമ്മയുടെ കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഓയിൻമെന്റ് ഒന്നും ഇപ്പൊ തേക്കാറില്ലേ? അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ. നീ ആ ഓയിൻമെന്റ് ഇങ്ങ് എടുത്തോണ്ട് വാ. നല്ല കാലുവേദന, ഒന്ന് ഇട്ടെ. അല്ല അമ്മേ, ഞാനാണോ തടവി തരേണ്ടേ? അവളെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ട് പോയതല്ലേ അമ്മയെ നോക്കണേന്ന്. അവളെ വിളിക്കേ. ഡി മായേ, എന്റെ ആ ഓയിൻമെന്റ് ഇങ്ങ് എടുത്തോണ്ട് വാ. കാലിന് നല്ല വേദന. കൈ കൊണ്ട് തരാനാണെങ്കിൽ പിന്നെ നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇരുന്ന് ആ കാലിലോട്ടൊന്ന് ഇട്ടെ. ഓ, എന്റെ കാലൊടിക്കുവോ നീ? എനിക്കിത് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ നിനക്ക് എന്തോന്നറിയാം. അതങ്ങോട്ട് കൊടുത്തേ അവളുടെ കയ്യില്. ചാരു, നീ ഇട്ടെ. പതുക്കെ. ചിരിച്ചു മറിയുവാണല്ലോ. ഇങ്ങനെ തിരിച്ചു സംസാരിക്കണമെങ്കിൽ എന്തായാലും അത് ഏട്ടനല്ല. നീ കുഴഞ്ഞോടി. ഇവളെ പുറത്താക്കാനുള്ള വഴി ഇവള് തന്നെ ഉണ്ടാക്കി തരുവാണല്ലോ. ഐഡിയ എടുത്ത് വയ്ക്കാം. എന്താടി? ഏട്ടനാണോ? ഞാൻ വിളിച്ചിട്ട് ഏട്ടനെ കിട്ടിയില്ല. ഒന്ന് ഫോൺ തരുമോ? ചേട്ടനല്ല, എന്റെ ഫ്രണ്ടാ. ഓ, കൊളീഗ് ഫ്രണ്ട്. അമ്മയോട് കൊളുത്തി കൊടുക്കാനുള്ളതായി. നീ പറ. അമ്മ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ മിനിയുടെ വീട് വരെ ഒന്ന് പോയതാ. സംസാരിച്ചിരുന്ന സമയം പോയതറിയില്ല. എന്തൊരു വെയിലായിരുന്നു. അമ്മേ, എന്താ? അമ്മ ഇവിടെ ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്ത്? അവളുടെ ഫോൺ വിളി. 24 മണിക്കൂർ ഫോൺ വിളി. പാവം എന്റെ ഏട്ടൻ. അവളെ ഞാനൊന്ന്. ഡി മായേ, മായേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടി. എവിടെ അടി? എന്തോ നീ കാണിക്കുന്നത്? അയ്യോ, അമ്മയ്ക്ക് നല്ല ഉന്നാണല്ലോ. ഡി, നീ അമ്മയെ കൊണ്ട് എന്നെ തല്ലിച്ചല്ലേ? ആ അതവര് നിന്നെ തല്ലി വളർത്താത്തതിന്റെ കുഴപ്പാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നത് നല്ലതാ. നീ നോക്കിക്കോ, ഇതിനുള്ള മറുപടി നിന്റെ കവിളിൽ വീണിരിക്കും. ഏട്ടന്റെ കൂടെ സൂചിച്ച് വാഴാമെന്നേ നീ കരുതണ്ട. ഹലോ അമ്മേ, ഞാൻ മായയാ. പറഞ്ഞോളെ. അതമ്മേ, ഞാൻ വിളിച്ചത് ചാരു. മനസ്സിലായി മോളെ. ഇല്ല അമ്മേ, ഇങ്ങനെ പോയാ എന്നെ ഏട്ടനെ അവള് പിരിക്കും. അല്ല,
അവൾ എന്താ അങ്ങോട്ട് വരാത്തെ? അത് അവൾക്ക് കൂടി തോന്നണ്ടേ മോളെ. എന്റെ മോനെ പറഞ്ഞവൻ ഗൾഫിൽ വിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കുമായി. മായക്ക് അറിയാമോ, അവൾ ആ വീട്ടിൽ പോയിട്ട് ഒരു തവണ പോലും എന്നെ വിളിച്ചിട്ടില്ല. മോനെ വിഷമിക്കണ്ട, എന്റെ മോന്റെ ജീവിതമേ പോയി. ഈ മോളെ ജീവിതം കൂടെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോള് ഫോൺ വെച്ചു. അമ്മേ, അമ്മേ. എന്തിനാടി വിളിച്ചു പോകുന്നേ? സുധിയേട്ടൻ വിളിച്ചിരുന്നു എന്നോട് വീട്ടിലോട്ട് ചെല്ലാൻ. എന്താ ഇപ്പൊ അങ്ങനെ? തള്ളയെ നോക്കാനായിരിക്കും. അതൊന്നും അല്ല, സുധിയേട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അമ്മ എനിക്ക് ഉറപ്പാ ഇവള് തന്നെ എന്റെ കുറ്റങ്ങളൊക്കെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുത്തത്. അതെ, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തേ. എന്തിനാടി നീ എന്റെ മോടെ ജീവിതം നശിപ്പിക്കുന്നേ? ആരാരുടെ ജീവിതം അമ്മയെ നശിപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ ഇവിടെ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലേ നിനക്ക് ആ വീട്ടില് ഒരു നാത്തൂൻ വേണമായിരുന്നു. പിന്നെ എന്റെ അമ്മായിമ്മ പോലെയല്ല നിന്റെ അമ്മായിമ്മ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ലക്കിയ. നിർത്തണേ നിന്റെ സെന്റിമെന്റ്സ്. നാളെ ഏട്ട വരട്ടെ, അപ്പൊ ബാക്കി കാണിച്ചു തരാം. അവളെ കള്ള കാമുകന്റെ ഫോട്ടോയും വീഡിയോയും ഞാൻ ഇപ്പൊ തന്നെ ചേട്ടനെ അയച്ചു കൊടുക്കും. ഏട്ടൻ വിളിക്കുന്നു. ആ ഏട്ടാ, ഏട്ടാ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ ഏട്ടാ ഏട്ടൻ പോയ അന്ന് തൊട്ട് 24 മണിക്കൂറും ചേച്ചി ഫോണില്ല. അമ്മയെ അടിക്കാൻ കൈയോങ്ങി. ഏട്ടാ ചേച്ചിക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. എൻ്റെ ഏട്ടൻ ചതിക്കപ്പെടരുത്. ഞാൻ പറഞ്ഞതൊന്നും പറയരുത്. നിങ്ങൾ തമ്മിലൊന്നും വഴക്കൊന്നും ഉണ്ടാവരുത് കേട്ടോ. മായേ, എടി മാ. ആ 4 ദിവസം കാണില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ വന്നോ? ഏതോനാടി ഇത്? ചേട്ടാ ഇത് മിണ്ടരുത് നീ. അപ്പൊ ഇതാണ് ഞാൻ വിളിക്കുമ്പോഴല്ല നീ ബിസി ആയിരുന്നല്ലേ? വാടി ഇവിടെ.